അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഒരുപാട് ആളുകളുണ്ട് അല്ലേ, ഉമ്മയെ അനുസരിക്കുന്ന ആളുകൾ, ഉമ്മ പറയുന്നത് കേൾക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാലോ ഉമ്മയെ അനുസരിക്കാത്ത, ഉപ്പയെ അനുസരിക്കാത്ത, ഉമ്മയോട് അനുസരണക്കേട് കാണിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമ്മൾ ഉമ്മയോട് അനുസരണക്കേട് കാണിക്കും എന്നുള്ളത് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. അനുസരണക്കേട് കാണിക്കല്ല, അത് ഉമ്മയെ തല്ലും കുത്തും പിച്ചും എന്നുള്ളതൊന്നല്ല കേട്ടോ. ഉമ്മയോട് അനുസരണക്കേട് കാണിക്കും എന്നുള്ളതാണ് വ്യാഖ്യാനം. അത് ഏത് സ്വപ്നം കണ്ടാലാണ് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഏത് സ്വപ്നം കണ്ടാലാണ് അനുസരണക്കേട് കാണിക്കും എന്നുള്ളത്. നാം ഏറ്റവും അധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഉമ്മ. ഉമ്മയെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ ആളുകൾ അല്ലേ. അവരോട് തീർത്താൽ തീരാത്ത കടപ്പടം നമുക്ക് ഉണ്ട്, ഉമ്മയോടും ഉപ്പയോടും ഉണ്ട്. കാരണം ഉപ്പ നമുക്ക് വേണ്ടി വെയിലും പുകയും കൊണ്ട് ചോര നീരാക്കി നാട്ടിൽ നിന്നും പ്രവാസ ലോകത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കേ അറിയുള്ളൂ. ഉപ്പ മരിച്ചാലേ ഉപ്പനെ വില അറിയുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഉമ്മയെ അറുക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. ഉമ്മയെ അറുക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നത്തിൽ കാണുക. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം? അത്ര നല്ല വ്യാഖ്യാനം എന്നല്ല കേട്ടോ. ഇതിനെ കുറിച്ചിട്ട് മഹാനായ ഇബ്നു സിരീൻ എന്നവർ എടുത്തിട്ട് കിതാബിൽ 175 പേജിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരാൾ മാതാവിനെയോ പിതാവിനെയോ മകനെയോ അറുക്കുന്നതായ സ്വപ്നം കണ്ടാൽ അവരോട് അനുസരണക്കേട് കാണിക്കും എന്നുള്ളതാണ്. പിതാവിനെ അറുക്കുന്നത് കണ്ടാൽ പിതാവിനോട് അനുസരണക്കേട് കാണിക്കും. മാതാവിനെ അറുക്കുന്നത് കണ്ടാൽ മാതാവിനോട് അനുസരണക്കേട് കാണിക്കും. മകനെ അറുക്കുന്നത് കണ്ടാൽ, മക്കളെ അറുക്കുന്നത് കണ്ടാൽ അവരോട് അനുസരണക്കേട് കാണിക്കും അല്ലേ. നമ്മളെന്തെങ്കിലും വാക്കുകൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരണക്കേട് തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം. മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.